ടാങ് ഡയറ്റത്തിൻ്റെ പുതിയൊരു പടമുണ്ട് റൂഫ് മാൻ. ഇത് പുതിയ പടം എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം പുറത്തിറങ്ങിയ പടമാണ്. ജെഫ്രി മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു കള്ളൻ. ഒരു 10-40 മക്ഡൊണാൾഡ്സ് മാത്രം മൂപ്പര് മോഷ്ടിക്കും. അത് മോഷ്ടിക്കുന്നതിലൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. മൂപ്പര് ആ ഒരു മക്ഡൊണാൾഡ്സ് എപ്പോഴാണ് പൂട്ടുക അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ കറക്റ്റ് അതിൽ ഒരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ. സോ ഈ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു പാറ്റേൺ, ആ ഒരു ക്ലോസ് ചെയ്യുന്ന ടൈമിങ്ങും അവർ എപ്പോഴാണ് ആ സ്റ്റോക്കും മറ്റേ പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈമിങ്ങൊക്കെ നോക്കിയിട്ട് മക്ഡൊണാൾഡ്സിൽ കറക്റ്റായിട്ട് ഈ റൂഫ് പൊളിച്ചു, അതിൻ്റെ മേൽക്കൂര പൊളിച്ച് ഉള്ളിൽ കയറിയിട്ട് അതിലുള്ള വർക്കേഴ്സിനെ അതിൻ്റെ ഫ്രീസറിനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കും മൂപ്പര് പൈസ കൊണ്ട് പോവുക. സോ ആരെയൊന്നും കൊല്ലുക ഒന്നും ചെയ്യില്ല. വളരെ ഡീസൻ്റായിട്ട് അല്ലെങ്കിൽ സത്യസന്ധനായിട്ടുള്ളൊരു കള്ളൻ. അങ്ങനെയുള്ള ആളെ പോലീസ് പിടിച്ച് ജയിലിലാക്കും. ഇയാൾ അവിടുന്ന് ജയിലിൽ ചാടിയിട്ട് വേറൊരു ടോയ് ഷോപ്പ്, അവിടെ തന്നെയുള്ള ഒരു ടോയ്സിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ മേലെ കയറിയിട്ട് മാസങ്ങളോളം ആരും കാണാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മൂപ്പര് നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലായിട്ട് മാറി. എല്ലാവരും മാൻ ഹണ്ട് തന്നെ നടക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെ മൂക്കിൻ്റെ താഴെ വന്നിരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരും വന്നു പോകുന്ന, അല്ലെങ്കിൽ ഹൈഡ് ഇൻ ദ പ്ലെയിൻ സൈറ്റ് എന്നൊക്കെ പറയില്ല ആ സംഭവം, എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മേലെ റൂഫിൽ ഈ ചങ്ങായി താമസിച്ച് അവിടെ ഇങ്ങനെ മൂപ്പര് മാസങ്ങളോളം താമസിക്കുക മാത്രമല്ല അതിനിടയിൽക്കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുമായിട്ട് മൂപ്പരിൽ റിലേഷൻഷിപ്പിൽ വരെ വരും. ഒരു വെറൈറ്റി ടൈപ്പുള്ള ഒരു കള്ളൻ ആളുടെ ഒരു കഥ ആണ് നമുക്ക് ഈ റൂഫ് മാൻ എന്ന് പറഞ്ഞ പടത്തിൽ കാണിച്ചു തരാം. എൻ്റെ ഇതൊരു നടന്ന സംഭവം കൂടിയാണ്. ഈ സിനിമ ഭയങ്കര ഒരു ഹാർട്ട് വാമിംഗ് ആണ്. ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീൽ ഉണ്ട് ഈ ഒരു പടത്തിന്. ഒരു ഫീൽ ഗുഡ് മോഡിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വേണമെങ്കിൽ നേരെ തിരിച്ച് ഭയങ്കര ഈവിളിഷായിട്ട് ഒരു നൊട്ടോറിയസ് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യായിരുന്നു. ഇത് ആക്ച്വലി ഒരു ക്രൈം തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത് എന്ന് പോലും നമ്മൾ പല സമയത്തും മറന്നു പോകും. മൂപ്പറുടെ പെർഫോമൻസ് കൊണ്ടും സിനിമയുടെ ആ ഒരു പാറ്റേൺ കൊണ്ടും നല്ല കിടിലും പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഹാർട്ട് വാമിംഗ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കുക. ഒരു ഫീൽ ഗുഡ് പടമായിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലോട്ട് ഇതാണ്. സിനിമയുടെ കഥ മുഴുവൻ പറഞ്ഞല്ലോ നമുക്ക് തോന്നും. സംഭവം ഇത് നടന്ന സംഭവം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ജയിലിൽ ചാടി ഇവിടെ കയറിയിരുന്നു, അവിടെ നടന്ന് പിന്നെന്ത് നടക്കണമെന്നുള്ളതൊക്കെയാണ് സിനിമക്ക് കാണിച്ചത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സിനിമയുടെ ഇനീഷ്യൽ പോർഷനിലാണ്. ഇതിന് മേലെ കയറി നിന്നിട്ട് മൂപ്പര് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എങ്ങനെ നോർമൽ ഹാബിറ്റായിട്ട് ഉണ്ടല്ലോ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ എത്ര സിമ്പിളായിട്ട് മൂപ്പര് അവിടെ ഇരുന്ന മാസങ്ങളോടെ എങ്ങനെ ചെയ്തു കൂട്ടുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിനിമ കാണിച്ചു തരും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളൊരു പടമാണ്. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വർക്കാവുന്ന ഒരു പടമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. റൂഫ് മാൻ സിനിമ ഡിജിറ്റലി അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും.